ഒരു ഗ്രാമത്തിൽ ആടുകളെ മേച്ചു നടന്നിരുന്ന ഒരു പാവം അമ്മയുണ്ടായിരുന്നു. തന്റെ മകളെ എങ്ങനെയെങ്കിലും ഒരു വലിയ പോലീസ് ഓഫീസർ ആക്കണമെന്നതായിരുന്നു ആ അമ്മയുടെ മനസ്സിലെ വലിയ ആഗ്രഹം. അതിനായി അവർ ഒരുപാട് കടമൊക്കെ വാങ്ങി അവളെ പഠിപ്പിച്ചു. അമ്മയുടെ ഈ സ്വപ്നം എങ്ങനെയെങ്കിലും സാധിപ്പിച്ചു കൊടുക്കണമെന്നുറപ്പിച്ച മകൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഠിനമായിരുന്നു പഠിച്ച് ഒടുവിൽ പരീക്ഷ എഴുതാൻ പോയി. പരീക്ഷയ്ക്ക് നല്ല സൂപ്പറായിട്ട് എഴുതിയ ശേഷം മകൾ റെസ്റ്റ് റൂമിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ അവിടെയുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് ഇവൾ കേൾക്കാനിടയായി. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പരീക്ഷയൊന്നും എഴുതിയിട്ടില്ല, വെറും കോഡ് 1 എന്ന് മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞ പണവും തന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും പാസാക്കി തരണേ എന്നായിരുന്നു ആ പെൺകുട്ടി ഫോണിൽ പറഞ്ഞത്. ഇത് കേട്ടതും അമ്മയുടെ മകൾക്ക് ദേഷ്യം വന്നു. അവൾ ആരോടാണ് സംസാരിക്കുന്നതെന്നറിയാനായി അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ നോക്കി. ഇതിനിടയിൽ അവർ തമ്മിൽ അവിടെ വലിയൊരു വഴക്കായി. ആ സമയത്ത് അവിടെ എത്തിയ ഒരു പോലീസ് ഓഫീസർ രണ്ടുപേരെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ കാര്യങ്ങൾ തിരക്കിയപ്പോൾ അമ്മയുടെ മകൾ അവിടെ നടന്ന എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. എന്നാൽ ഫോണിൽ സംസാരിച്ച പെൺകുട്ടി ഒരു തഹസിൽദാരുടെ മകളായിരുന്നു. ഇത് കാരണം ആ പോലീസ് ഓഫീസർ പണം വാങ്ങി കളി മാറ്റി. ശാരീരിക വൈകല്യമുള്ള മറ്റൊരാളെ കൂട്ടുപിടിച്ച് പരീക്ഷാ പേപ്പർ മാറ്റാൻ നോക്കിയത് ഈ പാവം കുട്ടിയാണെന്ന് കള്ളക്കഥയുണ്ടാക്കി അവൾക്കെതിരെ കള്ളക്കേസ് ചുമത്തി ജയിലിലടച്ചു. തന്റെ മകളെ കാണാനായി ആ പാവം അമ്മ ഓടിപ്പാഞ്ഞ് ജയിലിലേക്ക് ചെന്നു. എന്നാൽ അവിടെയുണ്ടായിരുന്ന കോൺസ്റ്റബിൾ അവരെ ഒട്ടും മാനിച്ചില്ല. അതെടുത്തുകൊണ്ടുവാ ഇതെടുത്തുകൊണ്ടുവാ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം നടത്തിച്ച് അവരെ വട്ടം കറക്കി. ഒടുവിൽ ആ കടുത്ത വെയിൽ താങ്ങാനാവാതെ ആ പാവം അമ്മ വഴിയിൽ വെച്ച് തലകറങ്ങി വീഴുകയും അവിടെ വെച്ചുതന്നെ മരിച്ചുപോവുകയും ചെയ്തു. അമ്മയുടെ മരണവാർത്ത അറിഞ്ഞ മകൾ തകർന്നുപോയി. ഇനി താൻ മാത്രം എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് കരുതി മനംനൊന്ത് അവൾ ജയിലിനുള്ളിൽ വെച്ച് സ്വന്തം കൈമുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആ സമയത്ത് റൌണ്ട്സിനായി വന്ന വാർഡൻ ഇത് കാണുകയും ഉടൻ തന്നെ ജയിലറെ വിവരം അറിയിക്കുകയും ചെയ്തു. ഓടിയെത്തിയ ജയിലർ തന്റെ കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് എടുത്ത് അവളുടെ കയ്യിൽ മുറുക്കിക്കെട്ടി. എന്നാൽ അവിടെയുണ്ടായിരുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ ആ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അവിടെയുണ്ടായിരുന്ന മറ്റൊരു നല്ലവനായ പോലീസ് ഓഫീസർ അവരോട് ഒരുപാട് കെഞ്ചി അപേക്ഷിച്ചതിനെ തുടർന്ന് ഒടുവിൽ അവർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അനുവാദം നൽകി. അങ്ങനെ ആ പോലീസ് ഓഫീസർ പെൺകുട്ടിയെ വേഗത്തിൽ ആശുപത്രിയിലെത്തിച്ച് അവളുടെ ജീവൻ രക്ഷിക്കുകയും അവൾക്ക് ആവശ്യമായ ആശ്വാസവും തുണയും നൽകുകയും ചെയ്തു.